നൂറോളം കുടുംബങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഭീതി പടർത്തി എപ്പോൾ വേണമെങ്കിലും നിലം പുത്താവുന്ന വിധം അടർന്നുമാറിയ കൂറ്റൻപാറ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് പൊന്നാമലയിലാണ് പാറ അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥ ബോധ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസമാണ് കൂറ്റൻപാറ അടർന്നു മാറിയത്. പ്രദേശത്ത് മരക്കുറ്റിയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് നിലവിൽ പാറയുള്ളത്. പാറ സ്ഥിതി ചെയ്യുന്നതിന് താഴ്ഭാഗത്തായി കാര്യത്തോട് വരെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നും പാറ തെന്നി നീങ്ങിയാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക. അപകടാവസ്ഥ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് തെക്കൽ വില്ലേജ് ഓഫീസിലെയും തഹസിൽദാരെയും വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. വലിയ അപകടാവസ്ഥയിലാണ് പാറ നിലകൊള്ളുന്നതെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി മടങ്ങുകയും ചെയ്തു. ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരെ സ്ഥലത്തെത്തിച്ച പാറ നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞത്. എന്നാൽ പിന്നീട് ജനപ്രതിനിധികൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുവാൻ പോലും തഹസിൽദാർ തയ്യാറാവുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ പ്രദേശത്തെ ജനങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടുകയാണ്. വലിയ ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഏറ്റവും മുകളിലായി ഈ പാറ ഇങ്ങനെ വീണ്ടിരിക്കുന്നു. അത് മുൻ വർഷങ്ങളിലൊക്കെ ഒന്നിച്ച് ഇരുന്ന പാറയാണ്. ഇപ്പൊ അത് രണ്ടായി പിളർന്ന ഒരു ഭാഗം താഴേക്ക് മറിഞ്ഞ് ഒരു ഇട്ടിയുടെ ഒരു ചെറിയൊരു കുറ്റിയിലാണ് ഇപ്പോൾ അത് തടഞ്ഞിരിക്കുന്നത്. അത് പോയാൽ ഇതിന് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന്, എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റിന്റെ ശ്രദ്ധ ഈ കാര്യത്തിലുണ്ടാകുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. തഹസിൽദാരെയൊക്കെ അറിയിച്ചിട്ട് പിന്നീട് അവരെ വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഒരു നിഷേധ സമീപനം സ്വീകരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള നിഷേധ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അടിയന്തരമായി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.